നമ്മൾ വമ്പൻ നായക കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിനൊത്ത അതേ സ്കെയിലിലുള്ള വില്ലന്മാരെക്കുറിച്ചും പറയണമല്ലോ. അക്കൂട്ടത്തിൽ ഒരാളെ പറ്റിയാണ് ഈ വീഡിയോ. വിശ്വനാഥൻ. ഇതുപോലുള്ള വില്ലന്മാരുള്ള സിനിമകൾ കാണുന്നതേ ഒരു രസമാണ്. ഇക്കൂട്ടർ കൈക്കരുത്ത് കൊണ്ടല്ല, മറിച്ച് അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയുന്ന അധികാര പദവിയിലൂടെയും മസിൽ പവറിലൂടെയുമായിരിക്കും തങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആചാനബാഹുക്കളായ നായകന്മാരെ സിനിമയിലുടനീളം തളച്ചു നിർത്തുന്നത്. ഓൾസോ അവർ തങ്ങൾക്കെതിരെ നിൽക്കുന്ന നായകന്മാരോട് പടപൊരുതുന്നത് എന്തെങ്കിലും ചില്ലറ കേസിന് വേണ്ടിയാവില്ല, മറിച്ച് അതീ നായകന്മാർ തങ്ങളുടെ സർവാധിപത്യത്തിന് ഭീഷണിയായി മാറുന്നതുകൊണ്ടും അതിനെ തടഞ്ഞ് അവർക്ക് തൽസ്ഥാനത്ത് തുടരുന്നതിനു വേണ്ടിയുമായിരിക്കും. ഞാനിങ്ങനെ പറഞ്ഞ് വില്ലന്മാരെ വൈറ്റ് വാഷ് ചെയ്ത് വില്ലത്തരത്തെ ഗ്ലോറിഫൈ ചെയ്യുകയാണോ എന്ന് ചോദിച്ചാൽ അല്ല. തീർച്ചയായും ഇദ്ദേഹം നായികയുടെ അച്ഛനെ ബോംബ് വെച്ച് കൊല്ലുന്നതും ക്ലൈമാക്സിൽ ആ കാരണവരെയും പിന്നീട് നായികയെയും കൈവെക്കുന്നതുമൊക്കെ മോശം തന്നെ. പക്ഷെ വില്ലന്മാർ ഇത്ര പവർഫുൾ ആവുമ്പോഴല്ലേ കാര്യങ്ങളൊക്കെ ഒന്ന് സ്ട്രോങ് ആവൂ. മുൻപ് ലേലം എന്ന സിനിമയെ പറ്റിയുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അത്രയും വില്ലന്മാർ അങ്ങനെ നിരന്ന് നിൽക്കുമ്പോഴും പടത്തിലെ നായകന്റെ പവർ നമുക്ക് ഫീൽ ചെയ്യുമെന്ന്. പക്ഷെ അത് ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ നായകസ്ഥാനത്ത് അതേ സുരേഷ് ഗോപി തന്നെയാണെങ്കിലും ക്ലൈമാക്സിൽ പുറകിൽ നിന്ന് വെടികൊള്ളുന്നതുവരെയും ഈ പടത്തിൽ ഈ വില്ലനാണ് നായകനേക്കാൾ മേലെ. ആൻഡ് ദാറ്റ്സ് നോട്ട് ഫോർ ഹിസ് ഫിസിക്കൽ സ്ട്രെങ്ത്, ശരീരം കൊണ്ടല്ല, മറിച്ച് ദാറ്റ്സ് ഫോർ ഹിസ് ഗെയിം.